ആവർത്തനങ്ങൾക്കിടയിലും ന്യൂ ജനറേഷൻ രീതികൾ പരീക്ഷിച്ച് കലോത്സവ വേദിയിലെ മിമിക്രി മത്സരം. ഓരോ ശബ്ദങ്ങളും കേട്ടതല്ലേ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വിക്രം സിനിമയിലെ സന്താനത്തിന്റെ എൻട്രി സോങ്ങും ആട് 2-ലെ BGM-ഉം. രശ്മി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പക്ഷികളും ട്രെയിനും ഉൾപ്പെടെ മിമിക്രി വേദികളിൽ സാധാരണ കാണുന്ന നിരവധി പെർഫോമൻസുകളാണ് ഇന്ന് നമുക്ക് കലോത്സവ വേദിയിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തത കണ്ടെത്തുകയാണ് ഗൗതം കൃഷ്ണ എന്ന ഈ കൊച്ചു മെഡിക്കൻ. എവിടുന്നാ വരുന്നത്? ഞാൻ ഇടുക്കി തൊടുപുഴ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന്. ഇന്നത്തെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. എങ്ങനെയാ ഈ ഒരു പുതുമയൊക്കെ മിമിക്രിയിൽ കണ്ടെത്തിയത്? എല്ലാവരും പക്ഷിയും പൂച്ച അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ നിന്നൊരു BGM ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ശരിയായി, അങ്ങനെ ചെയ്ത് പഠിച്ചു വന്ന. എങ്ങനെയാ പഠിച്ചത്? ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഇത് ഫോണിൽ നോക്കി പഠിച്ച് വന്നതാ. ഫോണിലെ ഓരോ ബീറ്റും അങ്ങനെയൊക്കെ കണ്ട് പഠിച്ചു വന്നതാ. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആവണം എന്ന് ആഗ്രഹമുണ്ടോ? മീൻസ് ഇങ്ങനെ മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് എന്താവണം എന്ന് ആഗ്രഹം? സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് അവസരമൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. വേദിയിൽ കൈയടിച്ച പെർഫോമൻസ് ആണ് ഗൗതത്തിൻ്റെത്. അപ്പം അതിലെ ആ മ്യൂസിക് ഉണ്ടല്ലോ സിനിമയിലെ, അത് നമ്മുടെ ജനം TVക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം. ചെയ്യാം. ആട് 2-ലെ സർബത്ത് ഷമീർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് ചെയ്തില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് ചെയ്യാം. സംഭവം വേറൊരു സിനിമയുണ്ടല്ലോ നമ്മുടെ സന്താനത്തിന്റെ ഒരു മ്യൂസിക്. സന്താനം, വിക്രം സിനിമയിലെ സന്താനത്തിന്റെ ഒരു എൻട്രി BGM അത് പറയാം. വേറെ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെർഫോമൻസും കൂടെ ചെയ്യുമോ? ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്ത് ഒരു പാട്ടിട്ടിട്ട് നമ്മൾ അകത്ത് നിന്ന് കേൾക്കലും പുറത്ത് നിന്ന് കേൾക്കലും ഒരു വ്യത്യസ്ത ശബ്ദമായിരിക്കും. അപ്പോൾ അകത്ത് നിന്ന് നോക്കലും നല്ല വോളിയത്തിലൊരു ശബ്ദമായിരിക്കും, പുറത്ത് നിന്ന് ഇടുങ്ങിയ ശബ്ദമായിരിക്കും. ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. ആദ്യം അകത്ത്, പിന്നെ പുറത്ത്. മൈക്കൊന്ന് തൊണ്ടേക്കുന്നതാണ്. ആദ്യം അകത്താണ്. വേദിയിൽ ഭയങ്കര കയ്യടിയായിരുന്നു ഗൗതത്തിന്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പല ആവർത്തനങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വളരെ കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ ഓരോരുത്തരും. ഏതായാലും കൺഗ്രാജുലേഷൻസ്. ഫസ്റ്റ് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്, കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും കിട്ടട്ടെ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ഗോപുവിനൊപ്പം രശ്മി കാർത്തിക.